സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ഒപ്പം ചേരുകയാണ്. മാഡം, കിഫ്ബിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ പ്രഖ്യാപനങ്ങൾ പലതും സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതുമാണ്. KSRTCയിലെ പ്രിയദർശിനി പദ്ധതിയിൽ മാഡത്തിന് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്കിൽ കൂടി ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ പല നല്ല നടപടികളും ഉണ്ടാകുന്നില്ലേ? ഈ സംസ്ഥാനത്തെ ലഹരി മുക്തമാക്കാൻ ആഭ്യന്തരമന്ത്രി ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ഒരു പോലീസ് പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ലഹരി ക്യാരിയർമാരെയും ഇടപാടുകാരെയും പിടികൂടിയിട്ടുണ്ട്. VD സതീശൻ സർക്കാരിൻ്റെ ശക്തമായ നടപടി എന്ന തരത്തിലാണ് ഇതിനെ ജനം വിലയിരുത്തുന്നത്. മുൻപ് ഓപ്പറേഷൻ കുബേര വഴി വട്ടിപ്പലിശക്കാരെ ഒതുക്കിയ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാനുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ജനക്ഷേമകരമായി മാത്രമല്ല, സാമൂഹ്യ തിന്മകൾക്കെതിരെ കൂടി നടപടിയെടുത്ത് കയ്യടി നേടുകയാണോ ശരിക്കും സതീശൻ സർക്കാർ? ഈ ഒരു നീക്കം CPM കേന്ദ്രങ്ങളെ പോലും അമ്പരപ്പിക്കുന്നതല്ലേ? അതായത് പിണറായിയെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് പലതും സതീശൻ സാധിച്ചെടുക്കുകയാണോ? മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായിയെ കൊണ്ട് കഴിയാത്തത് പലതും, അഥവാ അദ്ദേഹം ചെയ്ത പല തെറ്റുകളുടെയും വ്യാപ്തി കുറച്ച് അവയ്ക്ക് പരിഹാരം കണ്ട് അവയിൽ നിന്ന് വ്യത്യസ്തമായ നയപരിപാടികളുമായി കേരളത്തെ വികസന പാതയിലൂടെ നയിക്കാൻ ശക്തനാണ് VD സതീശൻ എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് VD സതീശനെ ജനങ്ങൾ ചേർത്തു പിടിച്ചത്. അതായത് ജനങ്ങളെ ചേർത്തു പിടിക്കുന്ന, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് ഭരണരഥത്തിൽ മുന്നേറുന്ന ഒരു നേതാവ്, അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് അദ്ദേഹത്തിൽ ജനം കണ്ടത്. ആ ചേർത്ത് പിടിക്കലാണ് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചത്. ഉദാഹരണത്തിന്, ആര് മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞ് 3 കാൻഡിഡേറ്റ്സ് വന്നപ്പോഴും VD സതീശനെ മാത്രം ജനങ്ങൾ ചേർത്ത് പിടിച്ചത് അവരുടെ ഈ പ്രതീക്ഷ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കാത്ത തരത്തിൽ ഒരു ഭരണം കാഴ്ചവെക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹം ഒരിക്കലും ഒഴിഞ്ഞു പോവുകയില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ 60 വയസ്സ് വരെയുള്ള കാലത്തെ ജീവിതം നമ്മുടെ മുൻപിൽ തുറന്നു കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വെളിച്ചം വീശുന്ന, അതായത് കേരളം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്, നേരത്തെയും മദ്യവും ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ മദ്യനിരോധനമൊക്കെ കേരളത്തിൽ കൊണ്ടുവരേണ്ടി വന്നത്. ആ മദ്യനിരോധനത്തിനെതിരെ സമരമുണ്ടായി. മദ്യം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരുമെന്ന ഒരു തീരുമാനത്തിൽ LDFും UDFും എത്തിച്ചേരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം UDF യഥാർത്ഥത്തിൽ മദ്യത്തിൻ്റെ സാധ്യതകൾ കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. മദ്യഷാപ്പുകളുടെ എണ്ണം ചുരുക്കി, പുതിയ മദ്യഷാപ്പുകൾക്ക് അവസരം കൊടുക്കുന്നില്ല എന്ന സ്ഥിതിയൊക്കെ വന്നിരുന്നു. പക്ഷേ LDF വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം മദ്യഷാപ്പുകളുടെയൊക്കെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. പക്ഷേ അതോടൊപ്പം തന്നെ മദ്യത്തിൻ്റെ വില വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, അതായത് ഈ മദ്യം കഴിക്കുന്നത് ഇപ്പോഴും വളരെ സാധാരണക്കാരായ ആൾക്കാരാണ് മദ്യത്തിൻ്റെ അടിമകളാകുന്നത് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവരിൽ നിന്ന് മാക്സിമം ഈടാക്കി ഖജനാവ് നിറയ്ക്കുക എന്ന പോളിസിയോട് കൂടിയിട്ട് മദ്യത്തിൻ്റെ വില അങ്ങേയറ്റം വർദ്ധിപ്പിച്ചത് ഈ LDF ഗവൺമെൻറ്റാണ്. മദ്യത്തിൻ്റെ വില അതായത് പ്രീ ബജറ്റ് ഡിസ്കഷനിൽ ഞാനൊക്കെ വളരെ ശക്തമായിട്ട് ആർഗ്യൂ ചെയ്തിരുന്നു. ഇവിടെ മദ്യത്തിൻ്റെ വില കൂട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഒന്നാമത് ഇവിടുത്തെ മദ്യപർ ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അത് കാസ്കേഡിങ് ഇഫക്റ്റ് നികുതി വരുമാനത്തിൽ ഉണ്ടാക്കും. അതായത് ഇവിടെ മദ്യത്തിൻ്റെ വില കൂടി നിൽക്കുക, അയൽ സംസ്ഥാനങ്ങളിൽ മദ്യത്തിൻ്റെ വില കുറഞ്ഞു നിൽക്കുക. അപ്പോൾ അയൽ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ മദ്യപർ എന്ത് ചെയ്യും? അതിർത്തികളിലുള്ള മദ്യപർ അവർ സംഘം ചേർന്ന് അവർക്ക് വേണ്ടി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അടുത്ത സംസ്ഥാനത്ത് പോയിട്ട് ധാരാളമായിട്ട് വാഗണുകളിൽ മദ്യം മേടിച്ച് കൊണ്ടുവരും. അല്ലെങ്കിൽ വാഗണുകളിൽ, അല്ലെങ്കിൽ പോട്ടെ ജീപ്പിലായിക്കോട്ടെ, മദ്യം വാങ്ങിച്ച് ഇഷ്ടം പോലെ കൊണ്ടുവന്ന് അപ്പോൾ പണമൊക്കെ സമാഹരിച്ചാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാന ഖജനാവിലേക്ക് വരേണ്ട പണമാണ് അന്യ സംസ്ഥാന ഖജനാവിലേക്ക് ഒഴുകി പോകുന്നത്. അതിനെയാണ് കാസ്കേഡിങ് ഇഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാധാരണക്കാർ കഴിക്കുന്ന മദ്യത്തിൻ്റെ വില നിജപ്പെടുത്തി താഴ്ത്തി വെക്കണം എന്നൊക്കെ ഞാനൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും ഗവൺമെൻറ് കണക്കിലെടുത്തില്ല.
അന്ന് ഞാൻ കാണാതിരുന്ന വലിയൊരു അപകടം ഉണ്ട് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. എന്താണ്, ഇവിടെ മദ്യത്തിൻ്റെ വില കൂടുമ്പോൾ അതിർത്തിയിലുള്ളവരൊക്കെയാണ് അടുത്ത സംസ്ഥാനത്ത് പോയി മേടിക്കുക. അതിർത്തിയിലല്ലാത്തവരെന്ത് ചെയ്യും? അപ്പോൾ അവർ ഒരുപാട് പേരും ഈസി ആയിട്ട് ലഭ്യമായ മയക്കുമരുന്നിലേക്ക് മാറി. അങ്ങനെ മയക്കുമരുന്നിലേക്ക് മാറിയ ഒരു കാലഘട്ടത്തിൽ, അതായത് സത്യം പറഞ്ഞാൽ പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കോ ഏത് പ്രായത്തിലുള്ളവർക്കും പുറത്തിറങ്ങി നടക്കാൻ ഭയമുള്ള ഒരു അന്തരീക്ഷം. അതായത് അത് നമ്മൾ കേട്ടിട്ടുണ്ട്, പല കഥകളും പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ തരം ചട്ടമ്പികളെയും ഗുണ്ടകളെ പിടിക്കാനായിട്ട് പോലീസ്, അതുപോലെ കൈക്കൂലി വാങ്ങുന്നവർ, എല്ലാ തരക്കാരെയും പിടിക്കാനായിട്ട് പോലീസ് ചട്ടം കെട്ടി നിൽക്കുമ്പോൾ അവർക്ക് ഗൂഗിൾ പേ വഴി കൈക്കൂലി നൽകിയിട്ട് അവനവൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഗുണ്ട പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗുണ്ടകളെ പറ്റി തന്നെ നമ്മൾ ന്യൂസിൽ, പത്രങ്ങളിലും ഒക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥ, അതായത് ഒരു ഗുണ്ട വിളയാട്ടത്തിൻ്റെ നാടായി കേരളം അധപ്പതിച്ചു. എൻ്റെ പൂർണ്ണ വിശ്വാസം ഏറ്റവും പ്രധാനമായും പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ ജനങ്ങൾ താഴെ ഇറക്കിയത് ഈ പ്രതിസന്ധി കണ്ടിട്ടാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ മാതാപിതാക്കൾക്ക് ഭയം വരുന്ന ഒരു കാലം. കാരണം അവരെപ്പോഴും, അതായത് ഈ പഠന റിപ്പോർട്ട്, ലഹരി മാഫിയയുടെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആ ലഹരി റിപ്പോർട്ട് പുറത്തു വന്ന എന്താണ്? അപ്പോൾ ഈ തൂഫാൻ എന്താണ്? ഇപ്പോൾ രമേശ് ചെന്നിത്തല നേരത്തെ താങ്കൾ ചോദ്യത്തിൽ പറഞ്ഞത് തന്നെ, അതായത് ഇദ്ദേഹം ഓപ്പറേഷൻ കുബേർ എന്ന് പറഞ്ഞ് ഈ കള്ളക്കടത്ത്, അതായത് എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നവരെ, അതുപോലെ തന്നെ എല്ലാത്തരം ഇതുപോലെയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കുമെതിരെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത്, അതായത് 2011-16 കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ആ ഓപ്പറേഷൻ കുബേർ പോലെ അത് വളരെ ശക്തമായ ഇമ്പാക്റ്റാണ് സമൂഹത്തിൽ അന്ന് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ. തൂഫാൻ എന്ന് വെച്ചാൽ കൊടുങ്കാറ്റ്. അതായത് ഈ ലഹരിക്കെതിരെ കൊടുങ്കാറ്റ് ഉയർത്തിവിടുകയാണ്. ആ കൊടുങ്കാറ്റിൽ ലഹരി മാഞ്ഞു പോകട്ടെ, അതാണ് നമ്മുടെ ആഗ്രഹം. കാരണം കേരളം അത്ര കണ്ട് ലഹരിയുടെ പിടിയിലായിപ്പോയി. അവിടെയാണ് ഞാൻ ഈ കാസ്കേഡിങ് ഇഫക്റ്റൊക്കെ ഇതിലേക്ക് നയിച്ചു എന്ന് പറയുന്നത്. അപ്പം കാസ്കേഡിങ് ഇഫക്റ്റ് അല്ല അതുകൊണ്ടുണ്ടായത്. കൂടുതലായിട്ടും ഉണ്ടായ ഇഫക്റ്റ് എന്താണ്? ഈ മദ്യം വാങ്ങാൻ വില കൂടിയപ്പോൾ വളരെ കുറച്ച് ലഹരി, ആദ്യം കുറച്ച് പൈസ കൊടുത്ത് ലഹരി വാങ്ങി അതിലേക്കും പോകുന്നു. അങ്ങനെ പോയി പിന്നെ കട്ടും മോഷ്ടിച്ചും ലഹരിക്ക് അടിമയാവുക. അതാണ് മനുഷ്യർ കേരളത്തിൽ ചെയ്തത്. അപ്പം LDF ഗവൺമെൻറ്റിൻ്റെ പിടിപ്പ് കേടുകൊണ്ട് അവർ ഖജനാവ് നിറയ്ക്കാൻ വേണ്ടി മദ്യവില വർദ്ധിപ്പിച്ച് എന്താണ് സംഭവിച്ചത്? മലയാളികളെ ലഹരി മാഫിയയുടെ പിടിയിലേക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതുമാത്രവുമല്ല, അതിനോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതാണ്, 45 ലക്ഷത്തിനും 50 ലക്ഷത്തിനും ഇടയ്ക്കാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അതിപ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനോടുകൂടി ഒരുപാട് പേർ നാട്ടിലേക്കൊക്കെ തിരിച്ചുപോയി. അവരൊക്കെ ഇനി ഘട്ടം ഘട്ടമായി തിരിച്ചു വരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു വിപണന കേന്ദ്രമാക്കി ലഹരി മരുന്നുകളെ അവർ മാറ്റി. അതായത് അവിടെയുള്ള എല്ലാ ലഹരി വിൽപ്പനക്കാരും പതുക്കെ ഇവിടേക്ക് ഇവിടെ കേരളത്തിൽ പ്രവാസി വരുമാനം തൊട്ട് വലിയ തരക്കേടില്ലാത്ത വരുമാനമുണ്ട്, നല്ല ഉപഭോഗമാണ് ഇവിടെ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഉപഭോഗം എന്ന് പറയുന്നത് മദ്യവും ലഹരിയുമാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെയുള്ളവരെ വീഴ്ത്തത്തക്ക ലഹരി പാക്കറ്റുകളുമായാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ അതിന് മാത്രമായിട്ട് തൊഴിൽ ചെയ്യാനല്ല, ഇത്തരം വിൽപ്പന കൊണ്ട് കോടീശ്വരന്മാരായി തീരാൻ വേണ്ടി മാത്രം കരുതി കൂട്ടി വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ പോലുമുണ്ട്. അവരേത് മുക്കിലും മൂലയിലും ജോലി തേടി എന്ന രീതിയിൽ കയറിപ്പറ്റുന്നു. ഒരിക്കലും മദ്യമോ മയക്കുമരുന്നോ കഴിച്ചിട്ടില്ലാത്ത കുടുംബനാഥന്മാരെ പോലും അതിലേക്ക് ആകർഷിക്കുന്നു. ഈ തരത്തിൽ കേരളത്തെ ഒരു മയക്കുമരുന്ന് മാഫിയയുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ സംസ്ഥാനത്തിനകത്തുണ്ടായിരുന്ന ഈ മാഫിയ, ലഹരി മരുന്ന് വിപണനക്കാർ ഒരു വശത്ത്, മറുവശത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ, അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ലഹരി മരുന്നുകളാണ് കേരളത്തിൽ കൊണ്ടുവന്ന് വിപണനം ചെയ്തുകൊണ്ടിരുന്നത്. അത്തരം ഒരു കാലഘട്ടത്തിലാണ്, അതായത് സത്യത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും ശക്തമായി ജനങ്ങൾ വിരൽ ചൂണ്ടാനുണ്ടായ കാരണം ഈ ലഹരിയുടെ വിളയാട്ടമാണ്. ഒരിക്കലും കേരളം പ്രതീക്ഷിച്ചിട്ടില്ല ഇതുപോലെ. അതായത് വിദ്യാസമ്പന്നർക്ക് എങ്ങനെ ഇങ്ങനെ ലഹരിയുടെ പിടിയിലാകാൻ കഴിയും?
യുക്തിസഹമായി ചിന്തിക്കുന്ന ഒരാൾക്ക് പോലും സ്വന്തം മേധാശക്തിയെ ലഹരിക്ക് പണയം വെച്ച് ജീവിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ 100% ലിറ്ററസിയുള്ള വിദ്യാസമ്പന്നരായ മലയാളികൾ ഇങ്ങനെ ഈ ലഹരിക്ക് അടിപ്പെട്ടത്? അതിൻ്റെ ലഭ്യത, അതിലേക്ക് നയിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ, ഇതൊക്കെ ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ട് തന്നെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ സമയമില്ല, എനിക്ക് പല കാര്യങ്ങളും അതോട് ചേർത്ത് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിക്കൊണ്ട് UDFനെ കയറ്റിയത്. അപ്പോൾ ആഭ്യന്തര മന്ത്രി സ്ഥാനവും വളരെ കൃത്യമായിട്ടും കിട്ടേണ്ട ഒരാളുടെ കയ്യിൽ തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരുക്കൾ ആ ഓപ്പറേഷൻ കുബേറിൽ നിന്ന് കിട്ടിയ വീറും ശക്തിയും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് അതിൽ നിന്ന് കിട്ടിയ ആ ആത്മവിശ്വാസം, അത് തന്നെയുമല്ല അത് ഏതറ്റം വരെയും പോകാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം, അങ്ങനെയാണ് അദ്ദേഹം ഈ ഓപ്പറേഷൻ തൂഫാനുമായിട്ട് മുൻപോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഈ ഓപ്പറേഷൻ തൂഫാനെ പറ്റി പറയുമ്പോൾ ഈ കേരളത്തിലെ മുഴുവൻ മാതാപിതാക്കൾക്കും നൽകുന്ന ആശ്വാസം, കൊച്ചുകുട്ടികളുള്ള യുവ മാതാപിതാക്കൾക്ക്, ഗ്രാൻഡ് പേരൻസിനായിരിക്കത്തില്ല, അവരെക്കാൾ കൂടുതൽ ഇത് സമാധാനം നൽകുന്നത് കൊച്ചുകുട്ടികളുടെ പേരൻസായ യുവ മാതാപിതാക്കൾക്കാണ്. അതായത് ഇന്ന് ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുമ്പോൾ നമ്മളെപ്പോഴും ആദ്യമാണ് നമുക്ക് ആരാണ് കുട്ടിയെ പിൻപറ്റുന്നത്, ആരൊക്കെയാണ് അവരെ ശ്രദ്ധിക്കുന്നത്. അതായത് എല്ലാ നല്ല സ്കൂളുകളോടും ചേർന്ന് പുഷേഴ്സ് ഉണ്ട്. ആരാണ് ഈ പുഷേഴ്സ് എന്ന് പറയുന്നത്? അത് കുറച്ച് മുമ്പ് പുറത്തു വന്ന ഒരു പഠനം, അതായത് ലഹരി മാഫിയയെ പറ്റി പോലീസിൻ്റെ തന്നെ ക്രിമിനൽ വിഭാഗം പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിനകത്തുണ്ട്. പണ്ടാണെങ്കിൽ ഒരു 10-12 വർഷമൊക്കെ മുൻപായിരുന്നെങ്കിൽ 18-20 വയസ്സ് പ്രായത്തിലുള്ളവരൊക്കെയാണ് പതുക്കെ ലഹരിയിലേക്ക് മാറുക. അങ്ങനെ ലഹരിയിലേക്ക് മാറി പിന്നെ അവർ ഒരു 10-25-30 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ലഹരി മാഫിയയ്ക്ക് അടിമപ്പെട്ടേക്കാം, ചിലരൊക്കെ തിരിച്ചു വന്നേക്കാം. അതേ സമയത്ത് ഈ കഴിഞ്ഞ 10-12 വർഷക്കാലത്തിനിടക്കൊണ്ട് സംഭവിച്ചിരിക്കുന്നത് 9-10 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള കുട്ടികൾ പോലും ലഹരിയിലേക്ക് പോകുന്നു എന്നാണ്. അപ്പം അതെന്തുകൊണ്ടാണ്? അതായത് നല്ല സ്കൂളുകൾ, സാമ്പത്തിക ശേഷിയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ ചുറ്റിപ്പറ്റി പുഷേഴ്സ് ഉണ്ട്. ഈ പുഷേഴ്സ് ആരെയെങ്കിലും ഒരാളെ ചൂണ്ടയിട്ട് ചൂണ്ടയിൽ കൊത്തിക്കഴിഞ്ഞ് അവനെ അഡിക്റ്റ് ആക്കി കഴിഞ്ഞാൽ അവനെ കൊണ്ട് തന്നെ അവൻ്റെ സുഹൃത്തുക്കളായി അങ്ങനെ പലരെ കൊത്തി പിടിക്കുക. ഇങ്ങനെ പിടിച്ച് ഒരു നല്ല പറ്റം സമ്പന്നരായ വിദ്യാർത്ഥികളെ അവർ ലഹരിക്ക് അടിമകളാക്കുന്നു. അങ്ങനെ അത് മാതാപിതാക്കളൊക്കെ തിരിച്ചറിയുന്ന വളരെ താമസിച്ചായിരിക്കും. അങ്ങനെ തിരിച്ചറിഞ്ഞ് അവരെ ട്രീറ്റ്മെൻറ്റിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുമ്പോഴേക്കും അവർ ഒരു തരത്തിലും രക്ഷപ്പെടുത്താനാകാത്ത തരത്തിൽ മാറിപ്പോയിട്ടുണ്ടാകും. അപ്പോൾ അവരുടെ ഭൗതിക നിലവാരത്തെ, അവരുടെ വരും കാലഘട്ടത്തിലേക്കുള്ള വിദ്യാഭ്യാസ ക്ഷമതയെ, ഏത് തരം ടെക്നോളജി പഠിച്ച് എവിടം വരെ എത്താം, അതായത് അവർക്ക് നേടാമായിരുന്നത് അത് നേടാമായിരുന്നതിൻ്റെ കഥ അറിയണമെങ്കിൽ നമ്മൾ ഗാരി എസ് ബെക്കറിലേക്ക് പോകണം. ബെക്കർ 1991 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടിയ അമേരിക്കൻ സാമ്പത്തിക വിശാരദനാണ് ഗാരി എസ് ബെക്കർ. അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹത്തിന് ഏത് ബുക്കിനാണ് ഇത് കിട്ടിയത്, ഏത് വർക്കിനാണ്? എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി, കുടുംബത്തെ പറ്റിയുള്ള ഒരു ഉപന്യാസം, ഒരു പഠനം, അതിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. അതിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ പിറക്കുന്നത്, രൂപം കൊള്ളുന്നത് മുതൽ ഒരു 5 വയസ്സ് വരെ മാതാപിതാക്കളാണ് അവരുടെ മുഴുവൻ ശ്രദ്ധയും കൊടുത്ത ഈ കുട്ടികളെ നോക്കേണ്ടത്. അവരുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ, ആരോഗ്യ പരിരക്ഷണത്തിൻ്റെ, ബുദ്ധി രൂപീകരണത്തിൻ്റെ ഒക്കെ ശിലയാണ് മാതാപിതാക്കൾ ആ പ്രായത്തിൽ. അത് കഴിഞ്ഞാലോ മാതാപിതാക്കളുടെ റോൾ അവിടെ തീരുന്നില്ല. പക്ഷേ പിന്നെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ചെല്ലുമ്പോഴേക്കും അധ്യാപകരാകണം, അവരുടെ അമ്മയും അച്ഛനും ഗുരുവും ഒക്കെ. അങ്ങനെ അമ്മയും അച്ഛനും വീട്ടിൽ നടത്തിയിരുന്ന 5 വയസ്സ് വരെ കൊടുത്തിരുന്ന അതേ തരത്തിലുള്ള ശ്രദ്ധയോടുകൂടി അവർക്ക് ബുദ്ധി ചൊല്ലിക്കൊടുക്കുക, വിവരം പറഞ്ഞു കൊടുക്കുക, അവരുടെ എന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട മാതാപിതാക്കൾക്കാണ് അവരെ ഉത്തമ പൗരന്മാരായി മാറ്റിയെടുക്കുന്നതിനുള്ള
ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. കാരണം ഗർഭത്തിൽ നിന്ന് തുടങ്ങുന്നു ആ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. അതേ സമയത്ത് അധ്യാപകരുടെ ഉത്തരവാദിത്വമോ പിന്നെയുള്ള ക്യാരക്ടർ ഫോർമേഷനിലും മേജർ ചങ്ക് വഹിക്കേണ്ടത് അധ്യാപകരാണ്. അപ്പോൾ അധ്യാപകർ മാതാപിതാക്കളെ പോലെ തന്നെ വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കണം. അവർക്ക് എന്ത് സംഭവിക്കുന്നു, അവരെങ്ങോട്ട് പോകുന്നു, അവരുടെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പഠിക്കുകയാണ്. കൃത്യമായി കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന അധ്യാപകരെയാണ് നമുക്ക് ആവശ്യം, സമൂഹത്തിന് ആവശ്യം, ഒരു നല്ല സമൂഹത്തിന് ആവശ്യം. അപ്പോൾ അങ്ങനെയുള്ള അധ്യാപകരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കും കുട്ടിയിൽ എന്തെങ്കിലും പകർച്ച കണ്ടാൽ അതവർ ചോദിച്ച് കിഴിഞ്ഞ് മനസ്സിലാക്കിയെടുത്ത് അതിന് പരിഹാരം കാണാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിക്കുന്ന അധ്യാപകർ നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ നന്നേ കുറവാണ്, വളരെ കുറവ് എന്ന് പറയുന്നതാവും ശരി. വളരെ ചില സ്കൂളുകളിലൊക്കെ ചില ഇഷ്യൂസൊക്കെ അങ്ങനെ ടീച്ചേഴ്സ് കണ്ടുപിടിക്കുന്നതും പിന്നെ അത് വേണ്ടപ്പെട്ട അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അത് അപൂർവമാണ്. അതേ സമയത്ത് എല്ലാ അധ്യാപകരും അതുപോലെ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നവരായാൽ അവരുടെ സ്വഭാവ രൂപീകരണം, അതായത് അവർ ഒരു സിലബസ് പഠിപ്പിക്കൽ മാത്രമല്ല അധ്യാപകരുടെ ഉത്തരവാദിത്വം. ആ സിലബസിനോട് ചേർന്ന് അവരെ ഉത്തമ പൗരന്മാരാക്കി മാറ്റിയെടുക്കലാണ് ഇവരുടെ മുഖ്യധർമ്മം. ആ മുഖ്യധർമ്മത്തിൽ നിന്ന് വഴിതെറ്റി എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ എവിടെ നിന്നെങ്കിലും കേട്ടത് ക്ലാസ്സിൽ പറഞ്ഞു എന്ന് വരുത്തിയിട്ട് ഇറങ്ങിപ്പോകുന്ന അധ്യാപകർ ശമ്പളത്തിൽ മാത്രം ശ്രദ്ധയുള്ളവരാണ്. അവർ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ശ്രദ്ധയുള്ള അത്തരം അധ്യാപകരെ പിരിച്ചുവിടണം. അത്തരം അധ്യാപകരെ ഈ തുഫാൻ്റെ ഭാഗമായിട്ട് തന്നെ സ്കൂളുകളിൽ നിന്നൊക്കെ അത്തരം അധ്യാപകരെ പിരിച്ചുവിടണം. അതും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സ്കൂൾ വളപ്പുകളിലൊക്കെ ഇങ്ങനെ ഉള്ള ശല്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ, എത്രമാത്രം ഉണ്ട്, അതിലാരൊക്കെയാണ് കുറ്റക്കാർ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അതിനകത്ത് മോറലി ഇൻവോൾവ് ആണ്, ഇത്തരം കാര്യങ്ങൾ കൂടി പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ കലാശാലകളിൽ നിന്നാണ് ഒരുപാട് കലാപങ്ങൾ നല്ല കാര്യങ്ങൾക്കുള്ള കലാപങ്ങൾ കലാശാലകളിൽ നിന്ന് വരട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെയുള്ള പുഷേഴ്സ് വഴിയായിട്ട്, ലഹരി മാഫിയ വഴിയായിട്ട് ഉണ്ടാകുന്ന ക്രിമിനലായിട്ടുള്ള ആക്ടിവിറ്റീസ് അതൊക്കെ ക്യാമ്പസുകളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ചു മാറ്റണം. അതിനൊക്കെ ടീച്ചേഴ്സിനെയും ശിക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ ഈ തുഫാൻ എന്ന കൊടുങ്കാറ്റ് കൊണ്ട് ഈ കേരളത്തെ വലിയ തോതിൽ മാറ്റിമറിച്ച്, അതായത് നമ്മുടെ കേരളം ഒരു വിദ്യാഭ്യാസത്തിൽ അതുപോലെ ആരോഗ്യത്തിൽ ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന കേരളത്തിന് ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മളിപ്പോൾ വയോജന വകുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അതായത് 60+ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കേരളം. അപ്പോൾ ഈ 60+ പോപ്പുലേഷന് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ ഈ മയക്കുമരുന്ന് മാഫിയ അങ്ങനെയുള്ളതിനെയൊക്കെ തുടച്ചു നീക്കിയേ പറ്റൂ. അതായത് അവർക്ക് മരുന്നിനോ എന്തിനോ ആയിക്കൊള്ളട്ടെ. അതുപോലെ ഈ കാലഘട്ടത്തിൽ തന്നെ മയക്കുമരുന്നുകാരുടെ ഈ 45-50 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളി നമുക്കറിയാം. ആലുവയിലെ ഇപ്പോഴും ഈ തൂഫാൻ തുടങ്ങിയത് ആലുവയിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസിഡൻസ് ആണ് കേരളത്തിൽ. പെൺകുട്ടികൾക്കോ ഈവൻ ആൺകുട്ടികൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത, കാരണം ആൺകുട്ടികളെ ഇവർ നോക്കി നടക്കുകയാണ് എങ്ങനെയാണ് ഈ മയക്കുമരുന്നിന് അടിമയാക്കാം എന്നുള്ളത് ഓർത്തിട്ട്. അപ്പം അങ്ങനെ ദൂഷിത വലയത്തിൽ, ലഹരിയുടെ ദൂഷിത വലയത്തിൽപ്പെട്ട്, അതായത് നമ്മൾ പറയുമല്ലോ ഒരു ചക്രവ്യൂഹത്തിൽപ്പെട്ട് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തരത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഈ തൂഫാൻ ആയിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി രമേശ് ചെന്നിത്തല ഇറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം അതിന് 100% വിജയം കാണട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. കാരണം നമ്മുടെ കേരളത്തിൻ്റെ വളർച്ച, ഇന്ന് കേരളത്തിനുണ്ടായിട്ടുള്ള മുഴുവൻ തളർച്ചയ്ക്കും വലിയ ഒരളവ് വരെ ഈ മയക്കുമരുന്നും മദ്യവും കാരണമാണ്. ഇത് രണ്ടും തുടച്ചു നീക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എവിടെയെങ്കിലുമൊക്കെ മദ്യം കഴിക്കുന്നവരും ഒക്കെ കാണും. അതല്ല പ്രശ്നം. അത് ഒരു സാമൂഹിക വിപത്തായി മാറിക്കൂടാ. അത് വരും തലമുറകളെ ഇല്ലായ്മ ചെയ്യുന്ന വിപത്തായി മാറിക്കൂടാ. വരും തലമുറയുടെ ഭൗതികമായ വളർച്ച, ശാരീരികവും മാനസികവുമായ വളർച്ച, ഇതിനെയൊക്കെ തകർക്കുന്നതായിക്കൂടാ. സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് പാരവയ്ക്കുന്നതായിക്കൂടാ. അപ്പോൾ ആ തരത്തിൽ ഇതിനെയൊക്കെ തളച്ച് അതായത് നമ്മുടെ കൺട്രോളിലാക്കി നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. അതിന് ശക്തമായ കരങ്ങളാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. അതിനനുസരിച്ചുള്ള ഭൗതിക ശ്രദ്ധയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അതിൽ ഊന്നൽ കൊടുത്ത് മുമ്പോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം.
കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഒരു 2 മാസത്തിനപ്പുറം താമരശ്ശേരിയിൽ സ്കൂൾ കുട്ടികൾ തമ്മിലുണ്ടായ ബഹളത്തിൽ മരിച്ച ഷഹബാസിനെ നമുക്ക് മറക്കാറായിട്ടില്ല. അപ്പോൾ അതിൽ ഈ കുട്ടികൾ ലഹരി ഉപയോഗിച്ചിരുന്നോ ഇല്ലയോ എന്നൊന്നും ഉള്ളത് പുറത്തു വന്നിട്ടില്ല. പക്ഷെ മിക്കവാറും അവരിൽ പലരും ലഹരി ഉപയോഗത്തിൻ്റെ അടിമകളായിരിക്കാം. അല്ലെങ്കിൽ ഇത്ര ക്രൂരതയിലേക്ക് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ പോകാൻ കഴിയും? അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് അതായത് തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ ശ്രീ മന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയ ആ കൊടുങ്കാറ്റ് കോളേജ് സ്കൂൾ വളപ്പുകളിലേക്ക് കൂടി ഇറങ്ങിച്ചെല്ലണം. അവിടെ നിന്ന് ഈ ലഹരിയെ ഓടിച്ചു മാറ്റണം. അതുപോലെ തന്നെ സ്കൂളുകളിലോ കോളേജുകളിലോ ലഹരി മാഫിയയുടെ വിളയാട്ടമുണ്ട് എന്ന് കണ്ടാൽ അതിന് അടിമകളുണ്ട്. വിളയാട്ടക്കാരെ ഓടിക്കുക, അതോടൊപ്പം തന്നെ അടിമകളായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെ കൃത്യമായ ചികിത്സയ്ക്ക് വിധേയരാക്കി അവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ശരിക്ക് ക്യാമ്പസുകളിൽ നിന്ന് ഏത് തരം ക്യാമ്പസുമാകട്ടെ, കോളേജ് ക്യാമ്പസോ സ്കൂൾ ക്യാമ്പസോ ലോവർ പ്രൈമറി സ്കൂൾ ക്യാമ്പസോ അതുമല്ലെങ്കിൽ കിൻഡർ ഗാർട്ടനോ ഏതുമാകട്ടെ, എല്ലാ ക്യാമ്പസുകളിൽ നിന്നും ഓടിച്ച് കളയണം. അങ്ങനെ ഓടിച്ച് കളഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് വിദ്യയുടെ വെളിച്ചം, അതുപോലെ തന്നെ അവരുടെ ഒരു സാമൂഹിക കാഴ്ചപ്പാടിൻ്റെ വെളിച്ചം, നന്മയിലേക്കുള്ള വെളിച്ചം, വളർച്ചയിലേക്കുള്ള വെളിച്ചം, അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഉത്തമ വളർച്ച, ഉത്തമ വികസനത്തിലേക്കുള്ള വെളിച്ചം അവർക്ക് കാട്ടിക്കൊടുത്ത് തൂഫാൻ നാർക്കോട്ടിക് ഹണ്ട് അത് വിജയപ്രദമായി പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു.